സിറോ മലബാർ സഭയിൽ ഇപ്പോൾ നടക്കുന്ന സമുദായ ശാക്തീകരണ പ്രവർത്തനങ്ങൾ വിവിധ വിവാദങ്ങളിൽ കുരുങ്ങി ശോഷണം സംബന്ധിച്ച മെത്രാന്മാരുടെ സ്വാധീനം, പദവി ഇതൊക്കെ ഊട്ടി ഉറപ്പിക്കാനുള്ള പദ്ധതിയുടെ ഭാഗം മാത്രമാണെന്ന് വിശ്വാസികൾ ഓർക്കണം. തങ്ങൾക്കൊപ്പം വലിയൊരു വോട്ട് ബാങ്ക് ഉണ്ടെന്ന് വരുത്തി തീർത്ത് സമുദായത്തിൻ്റെ അന്തിമ വാക്ക് തങ്ങളാണെന്ന വ്യാജന രാഷ്ട്രീയ സാമൂഹിക മേഖലകളിൽ ഉന്നത പരിഗണന ലഭിക്കാൻ മെത്രാന്മാർ ചിലരെ സ്ഥാനാർത്ഥികളാക്കാൻ അടക്കം കാട്ടിക്കൂട്ടുന്നു. ചില നെറുകെട്ട കളികളാണ് ഇപ്പോഴത്തെ സമുദായ പ്രവർത്തനങ്ങളെ തടയുന്നത്. എന്തെങ്കിലും ആത്മാർത്ഥത മെത്രാന്മാർക്കുണ്ടെങ്കിൽ സഭയുടെ പൈതൃകമായ പങ്കാളിത്തമുള്ളൊരു സഭാ ഭരണ സംവിധാനം അത് പുനഃസ്ഥാപിക്കണം. ആദ്യം ഏകീകൃത കുർബാന പുനഃസ്ഥാപിക്കണം, പിന്നെ മതി രാഷ്ട്രീയ നിലപാടുകൾ. മലബാർ സഭ അടിമുടി ഒരു പുരോഹിത മേധാവിത്വം നിലനിൽക്കുന്ന സഭയെന്നത് വ്യക്തമാണ്. സഭാ നിയമപ്രകാരം ഭരണാധികാരികൾ പുരോഹിതന്മാർ മാത്രമാണ്. പള്ളിയോഗങ്ങളും പാസ്റ്റർ കൗൺസിലുമെല്ലാം ഉപദേശക സമിതികൾ മാത്രമാണ്. അവിടെ എല്ലാം ഇരിക്കുന്നത് മെത്രാന്മാരുടെ റാൻമൂളികൾ മാത്രമാണ്. പള്ളി തലത്തിലുള്ള കണക്കുകൾ പള്ളി കമ്മിറ്റിയിൽ വായിക്കണമെന്നുള്ളത് വ്യക്തമാണ്. എന്നാൽ രൂപതാ തലത്തെ കണക്കുകൾ ആര് പറയുന്നു? ഇതാണ് വാസ്തവം. ആരും അറിയുന്നില്ല. എന്തിന്? രൂപതയിലെ വൈദികർ പോലും അറിയുന്നില്ല കണക്കുകൾ. ചർച്ചയ്ക്ക് പോലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ രൂപതാ തലത്തിലും ഇടവക തലത്തിലുമുള്ള കമ്മിറ്റികളുടെ നീണ്ട ലിസ്റ്റ് സഭാ നേതൃത്വം പുറത്തുവിടും. പാസ്റ്ററൽ കൗൺസിൽ, ഫിനാൻഷ്യൽ കൗൺസിൽ, പ്രസ്ബിറ്ററൽ കൗൺസിൽ തുടങ്ങിയ ഘനഗംഭീരമായ പാശ്ചാത്യ പദങ്ങൾ ഉപയോഗിച്ച് വിളിക്കുന്ന സമിതികളെല്ലാം വെറും നോക്കുകുതികൾ മാത്രമാണ്. മെത്രാൻ്റെ ഗുഡ് ലിസ്റ്റിലുള്ള കുറേ വിദൂഷകന്മാർ ഒരുമിച്ച് കൂടി വട്ടം കൂടിയിരുന്ന് മെത്രാൻ്റെ അവതരണങ്ങൾ വാഴ്ത്തുന്ന സമിതികളാണ് ഇതെല്ലാം. വൈദികർ എന്തിനാണ് അൽമായരെ ഭയപ്പെടുന്നത്? എന്തിനാണ് അവരെ മാറ്റി നിർത്തുന്നത്? കാരണം തങ്ങളുടെ ദൈനംദിന പ്രവൃത്തികളിൽ അൽമായർ ഇടപെടരുത്, ഒന്നും അവരറിയരുത്. വൈവാഹിക സ്ഥിരം ഡീക്കന്മാർ ലത്തീൻ സഭയിൽ പോലും സാധാരണമായിട്ടും മെത്രാന്മാരും വൈദികരും എതിർക്കുന്നത് വൈദികർക്കും അൽമായർക്കും ഇടയിൽ ഡീക്കന്മാർ വന്നാൽ അകലം കുറഞ്ഞു പോകുമെന്ന് ഭയന്നിട്ടാണ്. ഇക്കാര്യത്തിൽ എല്ലാവരും തുല്യരാണ്. പൗരസ്ത്യ പാരമ്പര്യം പറയുന്ന മഹാന്മാർക്കും പള്ളിയോഗം എന്ന മഹത്തായ പാരമ്പര്യം അവർക്കതൊന്നും വേണ്ട. ലത്തീൻ സഭയിലുള്ള സ്ഥിരം ഡീക്കന്മാരെ പോലും അവർക്ക് വേണ്ട. പിന്നെ എന്താണ് അവർക്ക് വേണ്ടത്? പള്ളിയും പട്ടത്തുമൊക്കെ തങ്ങളുടെ കുടുംബ സ്വത്താണ് കരുതുന്ന ചില വൈദികരും മെത്രാന്മാരും. ഇടവക്കാരെ സോപ്പിട്ട് ഭീഷണിപ്പെടുത്തി അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തവരെ മെരുക്കി അവരെ കൊണ്ട് സ്വന്തം പദ്ധതി നടപ്പാക്കുന്നവരാണ് ഏറ്റവും നല്ല പുരോഹിതരെന്ന് സിറോ മലബാർ സഭയിലെ പല കഥകളും പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാകും. സഭയുടെ പൈതൃകവും പാരമ്പര്യവും പ്രകാരമുള്ള ശക്തമായ പള്ളിയോഗമാണ് ഇപ്പോൾ വേണ്ടത്. അതിനെങ്കിലും അൽമായർ ഒരുമിക്കണം. സിറോ മലബാർ സഭയ്ക്ക് പൊതുവായി മലബാർ നസ്രാണി യോഗം ഉണ്ടാകണം. മെത്രാന്മാരും ജനാധിപത്യ ക്രമപ്രകാരം തിരഞ്ഞെടുക്കപ്പെടുന്ന വൈദികരും സന്യസ്തരും അൽമായരും ഒന്നു ചേരുന്ന ഈ മഹായോഗത്തെ നയിക്കാൻ സമൂഹത്തിൻ്റെ കർത്തവ്യനായ വ്യക്തി തന്നെ വേണം. സഭയുടെ ഭൗതിക ഭരണം യോഗത്തോട് ചേർന്ന് അർപ്പിക്കാൻ അതിന് ആർച്ച് ഡീക്കൻ വരണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതാണ് പറയുന്നത് ഒരു പള്ളിയോഗം. ആ പള്ളിയോഗം പണ്ട് കാലത്ത് ശക്തമായിരുന്ന പള്ളിയോഗം വീണ്ടും വരണമെന്ന് ഇപ്പോൾ അൽമായർ ശക്തമായി തന്നെ ആവശ്യപ്പെടുകയാണ്.